നമ്മൾ ഡോക്ടർ ഹാരിസിൻ്റെ പ്രതികരണം അല്ലെങ്കിൽ തുറന്നു പറച്ചിലാണല്ലോ ഈ ആരോഗ്യമേഖലയിലെ അനാരോഗ്യത്തെക്കുറിച്ച് നമുക്ക് ചർച്ചയാക്കാൻ ഇടയാക്കിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡോക്ടർമാരുടെ തുറന്നു പറച്ചിലുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം. അതിന് എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അതൊരു പ്രത്യേക, അപ്പോൾ അദ്ദേഹം വളരെ ആത്മാർത്ഥതയുള്ള ഡോക്ടറാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയല്ലല്ലോ, ഒരു രോഗിയുടെ കാര്യത്തിന് വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടും പല വാതിലിലും മുട്ടിയിട്ടും നടക്കാത്തതുകൊണ്ട് അദ്ദേഹം ഒരു ധർമ്മരോഷത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് എന്നെ വേണമെങ്കിൽ പിരിച്ചു വിട്ടോളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഒരു ഫ്രസ്ട്രേഷൻ വന്നുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ സർക്കാർ സംവിധാനത്തിനകത്ത് അതുപോലെ ആത്മാർത്ഥതയുള്ള ഒരുപാട് ഡോക്ടർമാരുണ്ട്. അപ്പോൾ അവർ പലരും ഈ ഫ്രസ്ട്രേഷൻ പുറത്ത് പറയാൻ മടിക്കും. അത് പല കാരണങ്ങളല്ല. അവർക്കിപ്പോൾ അവരുടെ ജോലി പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ ഇദ്ദേഹം തുറന്നു പറഞ്ഞു, അത് സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞു. അപ്പോൾ അതിന് എന്താണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് റൂൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പണ്ടൊക്കെ ആണെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നെങ്ങാണ്ടൊരു സർവീസ് റൂൾ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇതിപ്പോൾ ഇതിൽ പെടുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ നേരത്തെ ഗവൺമെൻറ്റിനെ ഒന്നും ഒരു കണക്കിന് ഒരു വെട്ടിലാക്കുകയും കൂടെയാണ് അദ്ദേഹം ചെയ്തത്. ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തി. ഇതിപ്പോൾ നേരത്തെ നമ്മുടെ സസ്പെൻഷനിൽ നിൽക്കുന്ന IAS ഓഫീസർ ചെയ്ത പോലെയാണ്. അദ്ദേഹം തുടർച്ചയായിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു, ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. നല്ലതോ ചീത്തയോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആ ഒരു ഏരിയയിൽ വലിയൊരു എക്സ്പെർട്ടൈസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ഈ ആരോഗ്യമേഖലയെക്കുറിച്ച് ഇദ്ദേഹം തുറന്നു പറഞ്ഞത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നത്. ഇപ്പോൾ ഒരു കാര്യവും ചർച്ച ചെയ്യാതിരിക്കുന്നതിനേക്കാളും ചർച്ച ചെയ്യുന്നതാണ് നല്ലതെന്നാണ്. അപ്പോൾ എല്ലാ അഭിപ്രായങ്ങളും എല്ലാവരും അംഗീകരിച്ചോളണം എന്നല്ല. ഇപ്പോൾ DYFIയുടെ പ്രതിനിധി പറഞ്ഞ പോലെ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഒരുപാട് പുതിയ കാര്യങ്ങളും പുതിയ ഇനീഷ്യേറ്റീവ്സും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ അംഗീകരിക്കുകയും അതിനൊരു സൊല്യൂഷൻ കാണുകയും വേണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം.